നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് പേജിലോട്ടിലേക്ക് സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം പുറത്തു വന്നിരിക്കുകയാണ്. ഇന്ത്യയും സ്വിറ്റ്സർലൻഡുമായി ബന്ധപ്പെട്ടതാണ് ആ വാർത്ത. നമുക്ക് പരിശോധിക്കാം വിശദമായി തന്നെ. ഇന്ത്യക്ക് ഏറ്റവും പ്രിയപ്പെട്ട രാഷ്ട്ര പദവി സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് സ്വിറ്റ്സർലൻഡ്. 2025 ജനുവരി 1 മുതൽ സ്വിറ്റ്സർലൻഡിന്റെ ഇരട്ട നികുതി ഒഴിവാക്കൽ ഉടമ്പടി DTAA പ്രകാരം ഇന്ത്യക്കുള്ള മോസ്റ്റ് ഫേവേർഡ് നേഷൻ MFN പദവി താൽക്കാലികമായി നിർത്തിവെച്ചതായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വ്യവസ്ഥകൾ വ്യക്തമാക്കിയ 2023 ഇന്ത്യൻ സുപ്രീം കോടതിയുടെ സുപ്രധാന വിധിയെ തുടർന്നാണ് ഈ ഒരു തീരുമാനം. നികുതി ഉടമ്പടികളിൽ MFN ക്ലോസ് ബാധകമാണ്. 1994 ഇന്ത്യയും സ്വിറ്റ്സർലൻഡും തമ്മിലുള്ള ഡബിൾ ടാക്സേഷൻ അവോയ്ഡൻസ് എഗ്രിമെന്റ് അഥവാ DTAAയിൽ MFN ക്ലോസ് അവതരിപ്പിക്കുകയും പിന്നീട് 2010 ഭേദഗതി വരുത്തുകയും ചെയ്തു. മൂന്നാമത്തെ OECD രാജ്യത്തോടൊപ്പം നികുതി നിരക്കുകൾ കുറയ്ക്കാൻ ഇന്ത്യ സമ്മതിച്ചാൽ ആ നിരക്കുകൾ സ്വിറ്റ്സർലൻഡിനും ബാധകമാണെന്ന് ഉറപ്പാക്കാനാണ് ഈ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. OECD എന്നാൽ ഓർഗനൈസേഷൻ ഫോർ എക്കണോമിക് കോഓപ്പറേഷൻ ആൻഡ് ഡെവലപ്മെന്റ് എന്നതാണ്. എന്താണ് സുപ്രീം കോടതി വിധിയിൽ പറയുന്നത് എന്നതിലേക്ക് വരികയാണെങ്കിൽ, ഒരു രാജ്യം ഓർഗനൈസേഷൻ ഫോർ എക്കണോമിക് കോഓപ്പറേഷൻ ആൻഡ് ഡെവലപ്മെന്റിൽ അതായത് OECDയിൽ ചേരുമ്പോൾ, പ്രത്യേകിച്ചും OECD അംഗത്വത്തിന് മുമ്പ് ഇന്ത്യ ആ രാജ്യവുമായി നികുതി ഉടമ്പടിയിൽ ഒപ്പുവെച്ചിരുന്നെങ്കിൽ നികുതി ഉടമ്പടികളിലെ MFN വ്യവസ്ഥ യാന്ത്രികമായി ബാധകമാകില്ലെന്ന് സുപ്രീം കോടതിയുടെ വിധി വ്യക്തമാക്കി. MFN ക്ലോസ് പ്രകാരമുള്ള ഏതെങ്കിലും ആനുകൂല്യങ്ങൾ ബാധകമാകണമെങ്കിൽ ആദായ നികുതി നിയമത്തിലെ സെക്ഷൻ 90 പ്രകാരം ഇന്ത്യൻ ഗവൺമെന്റിന്റെ വ്യക്തമായ അറിയിപ്പ് ആവശ്യമാണ് എന്നതാണ് ആ വിധി ഊന്നി പറയുന്നത്. ഇനി എന്തുകൊണ്ടാണ് സ്വിറ്റ്സർലൻഡ് ഇങ്ങനെ ഒരു നീക്കത്തിലേക്ക് കടന്നത് എന്നതിലേക്ക് വരികയാണെങ്കിൽ, സുപ്രീം കോടതിയുടെ വ്യാഖ്യാനമാണ് ഇന്ത്യയുടെ MFN പദവി അതായത് മോസ്റ്റ് ഫേവേർഡ് നേഷൻ സ്റ്റാറ്റസ് താൽക്കാലികമായി നിർത്തിവെക്കാനുള്ള പ്രധാന കാരണമായി സ്വിസ് ധനകാര്യ വകുപ്പ് ചൂണ്ടിക്കാട്ടുന്നത്. ഒരു നികുതി ഉടമ്പടി ഒപ്പുവെച്ചതിന് ശേഷം OECDയിൽ ചേരുന്ന രാജ്യങ്ങളിലേക്ക് MFN ക്ലോസ് സ്വയമേവ വ്യാപിക്കുന്നില്ല. അതുപോലെ തന്നെ മറ്റു രാജ്യങ്ങളുമായി അംഗീകരിച്ചിട്ടുള്ള കുറഞ്ഞ നികുതി നിരക്കുകളുടെ പ്രയോഗക്ഷമതയ്ക്ക് വ്യക്തമായ അറിയിപ്പ് ആവശ്യമാണ്. ഇനി ഈ ഒരു നീക്കത്തിലൂടെ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഉറപ്പായും ഈ സസ്പെൻഷൻ നിരവധി ശ്രദ്ധേയമായ മാറ്റങ്ങളിലേക്ക് നയിക്കുകയും, അതായത് ഇന്ത്യൻ നികുതി നിവാസികൾക്ക് നൽകുന്ന ഡിവിഡൻഡുകളുടെ വിത്ത്ഹോൾഡിംഗ് ടാക്സ് 5% നിന്ന് 10% ഉയരും. ഈ മാറ്റം സ്വിറ്റ്സർലൻഡിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യൻ കമ്പനികളുടെ നികുതി ബാധ്യതകൾ ഗണ്യമായി വർദ്ധിപ്പിക്കും. അതുപോലെ തന്നെ ഇന്ത്യയിൽ നിന്ന് ഡിവിഡൻഡ് സ്വീകരിക്കുന്ന സ്വിസ് കമ്പനികൾക്ക് നിലവിലുള്ള DTAA പ്രകാരം 10% വിത്ത്ഹോൾഡിംഗ് ടാക്സ് തുടരും. നോക്കൂ, ഇന്ത്യയും സ്വിറ്റ്സർലൻഡും തമ്മിൽ കാലങ്ങളായി നല്ല ബന്ധമുണ്ട്. ഇരുവർക്കും വിവിധ മേഖലകളിൽ പൊതുവായ താല്പര്യവുമുണ്ട്. വ്യാപാരം, വ്യവസായം, തൊഴിൽ, പരിശീലനം, വിസകൾ, നികുതി, ശാസ്ത്ര സാങ്കേതിക മേഖലകളിലെ സഹകരണം തുടങ്ങിയ വിവിധ മേഖലകളിലെ ഉഭയകക്ഷി കരാറുകൾ വളരെ മികച്ചതാണ്. എന്തായാലും ഇപ്പോഴത്തെ ഈ നീക്കം എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്നുള്ളത് നമുക്ക് കാത്തിരുന്നു തന്നെ കാണേണ്ടതുണ്ട്. എന്തായാലും ഈ ഒരു വിഷയത്തിന്മേൽ പ്രിയ പ്രേക്ഷകർക്കുള്ള വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം താഴെ കമന്റിലൂടെ.